ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ കാവ്യശ്രീ പ്രകാശ്. ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നുമാണ്. 10 ദിവസത്തെ അവധിക്ക് അമ്മയോട് നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 2023 സെപ്റ്റംബറിലാണ് UK പോയത്. പോകുന്ന സമയത്ത് കുറേ സ്ട്രഗിളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞ് ട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം UK പോകുന്നത്. പോയ ദിവസം തന്നെ എനിക്ക് കുറച്ച് ഫ്ലൈറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എന്നാണേലും മുന്നോട്ട് പോകുന്തോറും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. അമ്മയല്ലാണ്ട് വേറൊരു ആശ്രയം ഇല്ലയെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെന്നു. എല്ലാവരും പോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ പോയത്. പഠിച്ചു. കോഴ്സ് കഴിയാറാകുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം തോന്നി. സാധാരണ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 1 ഇയർ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മളവിടെ PSW എന്ന് പറഞ്ഞൊരു വിസ എടുക്കും. അതായത് 2 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നിട്ട് നമ്മൾ പഠിച്ച് ജോലി കണ്ടുപിടിച്ച് നമുക്ക് അവിടെ നിൽക്കാനുള്ള അതാണ് ശരിക്കും PSW എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇങ്ങനെ പഠിച്ച് കഴിയുമ്പം PSW എടുക്കാതെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ ഒരു ജോലി കിട്ടുക, പെർമനൻറ്റ് ജോലി കിട്ടുക എന്നുള്ളൊരു വലിയ സ്വപ്നമായിരുന്നു എൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഞാൻ അവിടെയാണല്ലോ. ഇപ്പോൾ എനിക്കിവിടെ വന്ന് ഓൺലൈനല്ല, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അന്നേരം. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ കൂടി സ്ഥിരമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നേ, സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കോഴ്സ് കഴിഞ്ഞു. ആ സമയപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഒരു 6 മാസമായിട്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നേ. കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും PSW എടുക്കേണ്ട സമയമായി. അപ്പം ഞാൻ അമ്മ മാതാവിനോട് നേരത്തെ ഓൾറെഡി ഓൺലൈനിലായിട്ട് എഴുതി പ്രാർത്ഥിച്ചല്ലോ, എനിക്കിങ്ങനെ PSW എടുക്കരുത്, എനിക്ക് മറ്റൊരു വിസ വേണം. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കത് കിട്ടുവാണെങ്കിൽ ഈ നമ്മൾ PSWന് അത്രയും പൈസ മുടക്കി PSW എടുക്കണ്ടല്ലോ, എനിക്ക് ഡയറക്റ്റ് ജോബ് വിസയിലേക്ക് കയറുകയും ചെയ്യാം. ഞാനാണ് ഇവിടെ ഫാർമസി എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ എവിടെയെങ്കിലും ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ തൈലവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. പക്ഷേ പിന്നെ അവർ വിളിച്ചില്ല. ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയെങ്കിലും പിന്നെ ട്രയലിന് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതായത് പ്രാക്ടിക്കലി നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ട്രയലിന് വിളിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എന്നെ വിളിച്ചില്ല. PSW എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു ജനുവരി ഫസ്റ്റ് വീക്കാണ് നമ്മൾ PSW എടുക്കേണ്ട സമയം. നമ്മളതിന് പൈസ അടയ്ക്കുകയും ചെയ്യണം. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇതിപ്പം മറ്റേ വിസ റെഡി ആയാൽ ഞാൻ അടച്ച പൈസ എൻ്റെ പോകുകയും ചെയ്യുമല്ലോ, എന്നാൽ എന്ത് ചെയ്യും? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 2-ാം തീയതി ആയിരുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു, എനിക്ക് എങ്ങനെയും ആ ജോലി കിട്ടുമെന്ന് അറിയാനായിട്ട്. ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യനായിട്ടായിരുന്നു ആ ജോലി എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത്, ഞാൻ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ ഒരു വിസ കിട്ടുവാണെങ്കിൽ ഇനി പേടിക്കണ്ടല്ലോ, മുന്നോട്ട് വർക്ക് വിസയിൽ കയറുകയും ചെയ്യാം, PR-ന് IAS ഒക്കെ കൗണ്ടഡ് ആക്കുകയും ചെയ്യും, പേടിക്കണ്ട, ഒരു സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവർ പറയും, ഇതെന്താ ഇങ്ങനെ ഈ ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പാർട്ട് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ബൈബിളും കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ബസ്സിലൊക്കെ ഇരുന്നിട്ടായിരുന്നു, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ സമയത്തെല്ലാം ഈ ബൈബിളും വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. കാരണം അല്ലാത്ത സമയം നമുക്ക് ബൈബിൾ വായിക്കാനുള്ള സമയമില്ല. അപ്പോൾ മാതാവ് ഇതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു ഇരുന്നേ. അങ്ങനെ കൃത്യം PSWന് ഞാൻ അപ്ലൈ ചെയ്തു. പൈസ മുടക്കി ഞാനത് PSWന് വെച്ചു. പക്ഷേ വെച്ച പിറ്റേ ദിവസം എനിക്കിതിങ്ങനെ അവിടുന്ന് സെലക്ഷനാണ്, ട്രയൽ വന്ന് കാണിച്ചോളാൻ പറഞ്ഞു. ട്രയൽ കാണിച്ചു, ഞാനങ്ങനെ വിസയ്ക്ക് വെച്ചു. ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് ആ ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യനായിട്ട് വിസ കിട്ടി. ടയർ 2ലേക്ക് മാറി. അപ്പോൾ എനിക്കതൊരു ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളോടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ അടച്ച പൈസ എനിക്ക് നഷ്ടമായേനെ. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് എന്നോട് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു, PSWന് ഇനി വെക്കണ്ട, അതങ്ങ് ക്യാൻസൽ ചെയ്തേരെ, വിഡ്രോ ചെയ്തേരെ, നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യനായിട്ടുള്ള വിസയിലേക്ക് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. ഒരു 6 മാസത്തോളം കുഴപ്പമില്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ട്രഗിൾസ് വന്നു തുടങ്ങി.
അപ്പോൾ എനിക്കറിയാം അമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും അമ്മ എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസായി എന്നെ സംബന്ധിച്ചിടത്തോളം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ജോലിയിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ഈ വിസ കിട്ടിയിട്ട് പോലും, അപ്പോൾ കൂട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇങ്ങനെ ചോദിക്കുമല്ലോ, പിന്നെ അവരെന്നോട് ചോദിച്ചു തുടങ്ങി എനിക്ക് വിസ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു മനുഷ്യർക്കും എൻ്റെ ബാച്ചിൽ പഠിച്ചവർക്കോ എൻ്റെ കൂടെ അവിടെ നിന്നവർക്കോ, ഇപ്പോൾ കെയർ ഹോമിലൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വിസ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് അങ്ങനത്തെ വിസകളല്ല, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് 6 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ വിസ എങ്ങനെയും തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വിസ കിട്ടിയപ്പോൾ എന്നെ പുച്ഛിച്ച് പറഞ്ഞവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, കാവ്യക്ക് ഇതെങ്ങനെ വിസ കിട്ടിയേ, കാവ്യ ഇതെങ്ങനെയാണ്? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒറ്റ റീസണേ ഉള്ളൂ, അമ്മ മാതാവ് ഇങ്ങനെ കൃപാസനം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെ കുറേ പേർക്ക് അതിൽ വിശ്വാസമായി. ഇങ്ങോട്ട് പോകുന്ന സമയത്തും കുറേ പേര് എന്നോട് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ, മാതാവിനോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞാനൊരു അത്ഭുതമായി, ഇത് എനിക്ക് മാത്രം ഇതെങ്ങനെ ജോലി കിട്ടി. ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ച ഒരു മനുഷ്യർക്കും ജോലി ആയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ UK കണ്ടീഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജോലി കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിപ്പെൻഡൻറ്റ് വിസ ഇല്ല, അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. എല്ലാവരും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ കൂടെ വന്നവരെല്ലാവരും. അപ്പോൾ എനിക്കിതെങ്ങനെ ഒരു 2 കൊല്ലം മുന്നേ എങ്ങനെ ജോലി കിട്ടിയെന്നാണ് ഇപ്പോഴും അവരെന്നോട് ചോദിക്കുന്നത്. പിന്നെ അടുത്ത സ്ട്രഗിൾ എന്താ വന്നതെന്ന് വെച്ചാൽ, ഈ ജോലിയിൽ പ്രവേശിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനി ക്രൈസിസിലായി, ഫിനാൻഷ്യൽ ക്രൈസിസിലായി. അവർക്ക് മുന്നോട്ട് ഇത്രയും സ്റ്റാഫുകൾ ഒത്തിരി സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ മുന്നോട്ട് റൺ ചെയ്ത് പോകാനായിട്ട് ഡിഫിക്കൽട്ടായി. പക്ഷെ അവരന്നേരം ഞങ്ങൾക്ക് മെയിൽ പറഞ്ഞ് തന്നുകൊണ്ടിരുന്നത്, പിന്നെ നെക്സ്റ്റ് ശരിയാകും, 1 മന്തിനുള്ളിൽ റെഡിയാക്കാം, നിങ്ങളാരും ടെൻഷൻ ആവണ്ട എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറിയിലും ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒത്തിരി ബുദ്ധിമുട്ടേണ്ടൊന്നും വന്നില്ല. വിത്തിൻ 1 വീക്ക് അടുത്തടുത്ത് ജോലി കിട്ടി. അവിടെ ഇതുപോലെ ട്രയലിന് ചെന്നു. ട്രയലിന് പോയ എല്ലായിടത്തും ഉപ്പായിരുന്നു എൻ്റെ ആയുധം. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്, ആരും ചവിട്ടാതെ ഒക്കെ ഞാൻ ഒരു തരത്തിൽ ഞാനത് മാനേജ് ചെയ്തു. അങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചു. ആ ട്രയൽ കഴിഞ്ഞ് വീട്ടിൽ വന്നില്ല, അപ്പോൾ തന്നെ എൻ്റെ എംപ്ലോയർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ റെഡിയാണ്, എനിക്ക് അവർ സ്പോൺസർഷിപ്പ് തരാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വിസയിലേക്ക് മാറി 3-ാം ദിവസം എൻ്റെ പഴയ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ക്യാൻസലായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്പോൺസർഷിപ്പിൽ നിന്ന് എല്ലാവർക്കും മെയിൽ വന്നു, ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ 3 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. കൂടെയുള്ള എല്ലാവരും പാനിക്കായി. അന്നേരം അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 3 ദിവസം മുന്നേ തന്നെ അടുത്ത എംപ്ലോയർ എടുത്ത്, അതായത് അടുത്ത കമ്പനിയിൽ അടുത്ത വിസ അടിച്ചു. കൂടെയുള്ളവർക്ക് ആർക്കും കിട്ടാത്തൊരു ശരിക്കും ഒരു ഭാഗ്യമാണ് എൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരോടും ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഞാൻ പറയുകയാണ്, അമ്മ മാതാവിനോട് കരഞ്ഞ് അമ്മ മാതാവിനെ കൂടെ പിടിച്ച ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. അതെൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച്, ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ ഇനി ഞാൻ നാട്ടിൽ വരുന്നത്, ഇപ്പം ഞാൻ 3 കൊല്ലമായി പോയിട്ട്, ഇതിപ്പം 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞിരുന്നു, ഇനി നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ജോലി വിസ, എനിക്ക് അമ്മ മാതാവ് ജോലി തന്നാൽ ജോലി കിട്ടിയിട്ട് മാത്രമേ ഞാൻ നാട്ടിലോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. കാരണം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യണം. അപ്പോൾ അമ്മ മാതാവിനോട്, അമ്മയ്ക്ക് അറിയാം എൻ്റെ ബുദ്ധിമുട്ട്, അപ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് വർക്ക് വിസ കിട്ടി മാത്രമേ ഞാൻ നാട്ടിലേക്കുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം ജോലിക്ക് മുന്നേ അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി അമ്മ തരികയാണെങ്കിൽ എൻ്റെ ജോലിയുടെ ഒരു നിശ്ചിത ഭാഗം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചോളാം. അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ പോട്ടൊക്കെ ഉണ്ടാക്കി എല്ലാ മാസവും സാലറി കിട്ടുന്നത് ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കാറുണ്ട്. പാവങ്ങളെ സഹായിക്കാറുണ്ട്. ഞാൻ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വൃദ്ധസദനമുണ്ട്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ എല്ലാ മാസവും അവിടുത്തെ അമ്മമാർക്കും അപ്പന്മാർക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട്, രോഗികളെ സഹായിക്കാറുണ്ട്. കഷ്ടപ്പെടുന്നവർ എന്നാൽ ആവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ ഇടാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ മൂലം ഒത്തിരി പേര്, എനിക്ക് തോന്നുന്നു കൃപാസനത്തിലേക്ക് വരാനും ഒക്കെ ഒത്തിരി പേരോട് ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ ജോലി തന്നെയാണ് മെയിനായിട്ടുള്ള സാക്ഷ്യം. പക്ഷേ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇവിടെ വരാനും അറിയാനും ഒക്കെ. പിന്നെ ബൈബിളൊക്കെ എഴുതാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്, ബൈബിൾ എഴുതാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്, അച്ഛൻ രാവിലെ നമുക്ക് സമയത്തിൻ്റെ UK എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഇവിടെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഒരു 2-3 മണിക്കൂർ എങ്ങനെയാണേലും
മാതാവിൻ്റെ ഇവിടെ വരുന്ന അവർ പറയുന്ന സാക്ഷ്യം കേൾക്കാനും ധ്യാനം കൂടാനും ഒക്കെ ഞാൻ ചിലവാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അമ്മ മാതാവിനെ മുറുകെ പിടിച്ചോളുക. എന്താണേലും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം അമ്മ മാതാവ് നേടിത്തരും. അമ്മയോട് ഞാൻ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ ക്ഷമ പറയുന്നു. ഇപ്പോഴാണ് എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത്. ഇനിയും ചെറിയൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അതെനിക്കറിയാം. ഇനി നെക്സ്റ്റ് ടൈം പോയിട്ട് വരുമ്പോൾ അമ്മ എനിക്കതും സാധിച്ചു തരും. എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.